നമസ്കാരം, ദിസ് ഇസ് ഫസ്ലീന. പെൺകുട്ടികൾക്കുള്ള ഒരു വീഡിയോ ഇട്ടതോടുകൂടെ അടുത്ത ചോദ്യം എന്തുകൊണ്ട് ആൺകുട്ടികളെ മോട്ടിവേറ്റ് ചെയ്യുന്നില്ല എന്നുള്ളതാണ്. എന്നാൽ പിന്നെ ഇന്നത്തെ വീഡിയോ ആൺകുട്ടികൾക്കുള്ളതാവട്ടെ. ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് മനസ്സിൽ ഒരുപാട് വിഷമമൊക്കെ കൊണ്ട് നടക്കുമ്പോഴും ചിരിച്ചു കാണിക്കണമെന്ന് നമ്മളുടെ സൊസൈറ്റി അവകാശപ്പെടുന്ന നല്ല മസിൽമാൻ ആയിട്ടുള്ള റെസ്പോൺസിബിലിറ്റി, അതായത് നമ്മുടെ കുടുംബത്തിന്റെ ആയാലും പെങ്ങന്മാരുടെ ആയാലും പാരന്റ്സിന്റെ ആയാലും എല്ലാം ഉത്തരവാദിത്വം നിങ്ങളുടെ സ്വന്തം ചുമലിലാണെന്ന് ഇടയ്ക്കിടെ ഊന്നി പറയുന്ന ഈ ഒരു ഉത്തരവാദിത്തമുള്ള സമൂഹത്തെ റെപ്രസെന്റ് ചെയ്യുന്ന ആൺകുട്ടികൾക്കുള്ളതാണ്. ഒരു പെൺകുട്ടി എന്തെങ്കിലും ഒരു അഡ്വഞ്ചർ ആയിട്ടുള്ള കാര്യമോ അല്ലെങ്കിൽ എന്തെങ്കിലും ചെറിയ രീതിയിലുള്ള ഒരു ജോലിയോ കാര്യങ്ങളൊക്കെ ചെയ്തു കഴിഞ്ഞാൽ വളരെ ഉഷാറായിരിക്കുന്നു എന്ന് പറയുന്ന ഈ ലോകം തന്നെ ഒരു ആൺകുട്ടി അത് ചെയ്തു കഴിഞ്ഞാൽ അതവന്റെ ഉത്തരവാദിത്തമല്ലേ, അല്ലെങ്കിൽ അതവൻ ആൺകുട്ടിയല്ലേ എന്നുള്ള രീതിയിൽ വരുന്ന ഒരു ഇരട്ടത്താപ്പ് നമുക്ക് കാണാൻ കഴിയും. നമുക്കറിയാം, നമ്മുടെ ചുറ്റിലുള്ള പല ആൺകുട്ടികളും പല രീതിയിൽ മനസ്സുകൊണ്ട് വിഷമിച്ചിരിക്കുന്നത്. പക്ഷെ അവരൊരിക്കലും കരയുന്നത് നമ്മൾ കാണാറില്ല. അവർ എപ്പോഴും എൻജോയ് ചെയ്തുകൊണ്ട് അവരുടെ ഫ്രണ്ട്സിന്റെ കൂടെ കറങ്ങുന്നതായിട്ടും സന്തോഷിക്കുന്നതായിട്ടും നമുക്ക് കാണാൻ കഴിയും. പക്ഷെ അവരൊരിക്കലും കരയാത്തത് എന്താണെന്ന് വെച്ചാൽ മറ്റൊന്നുമല്ല, ആൺകുട്ടികൾ കരയാറില്ല എന്നുള്ള ആ ഒരു ട്രഡീഷനെ ബേസ് ചെയ്തുകൊണ്ടാണ്. പക്ഷെ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് ഇത്രേ ഉള്ളൂ. നിങ്ങൾ മറ്റുള്ള ഇമോഷൻസ് എക്സ്പ്രസ് ചെയ്യുന്നത് പോലെ തന്നെ, അതായത് നിങ്ങൾ സ്നേഹം പുറത്തു കാണിക്കുന്നുണ്ട്, നിങ്ങളുടെ സന്തോഷം നിങ്ങൾ പുറത്തു കാണിക്കുന്നുണ്ട്, നിങ്ങളുടെ ദേഷ്യം നിങ്ങൾ എക്സ്പ്രസ് ചെയ്യുന്നുണ്ട്. ജസ്റ്റ് ലൈക്ക് നിങ്ങൾക്ക് സങ്കടം വരുന്നുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും നിങ്ങൾ കരയണം. അത് നിങ്ങൾക്ക് ഏറ്റവും വിശ്വസനീയമായിട്ടുള്ള അല്ലെങ്കിൽ നിങ്ങളെ സപ്പോർട്ട് ചെയ്യുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരുടെ മുന്നിൽ നിങ്ങൾ തീർച്ചയായിട്ടും കരയുക. വേറൊന്നിനുമല്ല, എത്രത്തോളം നിങ്ങൾ നിങ്ങളുടെ ഇമോഷൻസിനെ ഇത്തരം കരച്ചിലൂടെ നമുക്ക് ഇത്തരം വിഷമങ്ങൾ ഒഴിവാക്കാൻ കഴിയും. അവിടെ ആൺ പെൺ വ്യത്യാസമൊന്നുമില്ല. റിലേഷൻഷിപ്പിലൊക്കെ ബ്രേക്ക് വരുന്ന സമയത്ത് പൊതുവെ പറയാറുണ്ട് ആൺകുട്ടികളൊക്കെ അത് പെട്ടെന്ന് അങ്ങ് മറന്ന് മുന്നോട്ട് പോകും എന്നുള്ളത്. എന്നാൽ ഐ ഡോണ്ട് തിങ്ക് സോ. അതായത് ഒരു ജെന്യുവൻ ആയിട്ടുള്ള റിലേഷൻഷിപ്പ് ആണെങ്കിൽ അത് മറക്കാനും ആ ഒരു പുതിയ സിറ്റുവേഷനോട് അക്സെപ്റ്റ് ചെയ്യാനും അവരും ഒരുപാട് സമയം എടുക്കുന്നുണ്ട്. നിറകണ്ണുകളോടുകൂടെ നമ്മുടെ മുന്നിലിരുന്ന് കരയുന്ന വലിയ കുട്ടികളെ വരെ നമ്മൾ കണ്ടിട്ടുണ്ട്. ആണായാലും പെണ്ണായാലും മൈൻഡ് എന്ന് പറയുന്നത് അല്ലെങ്കിൽ സ്നേഹം എന്ന് പറയുന്നത് എല്ലാ ഇത്തരത്തിലുള്ള ഇമോഷൻസ് എന്നൊക്കെ പറയുന്നത് തീർച്ചയായിട്ടും ഒരുപോലെ തന്നെയാണ്. ഇത്രയേ ഉള്ളൂ പറയാൻ. നിങ്ങൾക്ക് ഇത്തരത്തിലുള്ള ബ്രേക്കോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതൊക്കെ ലൈഫിന്റെ ഭാഗമാണെന്ന് മനസ്സിലാക്കി ആസ് യൂഷ്വൽ മുന്നോട്ട് പോവുക. ഇതിലും നല്ലൊരു ആൾ അല്ലെങ്കിൽ ഇതിലും നല്ലൊരു ലൈഫ് നിങ്ങൾക്ക് ഡിസേർവ് ചെയ്യുന്നുണ്ട് എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കുക. ഒന്ന് കരഞ്ഞു എന്നുള്ളത് തീർച്ചയായിട്ടും നിങ്ങളുടെ വീക്ക്നെസ് അല്ല. നിങ്ങളുടെ ഹൃദയം അത്രയും ഭാരം നിങ്ങൾക്കുള്ളിലുണ്ട് എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് റിലീസ് ചെയ്തേ പറ്റൂ. അനാവശ്യമായിട്ട് കുറേ ഭാരം നമ്മളുടെ ഹൃദയത്തിൽ നമ്മൾ കൊണ്ടു നടക്കുന്നുണ്ടെങ്കിൽ അത് നമ്മുടെ ലൈഫിനെ തീർച്ചയായിട്ടും അത് നെഗറ്റീവായിട്ട് ബാധിക്കും. അപ്പൊ ഞാൻ ആദ്യം പറഞ്ഞതുപോലെ തന്നെ നിങ്ങൾക്ക് നല്ല വിശ്വാസമുള്ള, നിങ്ങൾക്ക് ഓപ്പൺ ആക്കാൻ പറ്റുന്ന, നിങ്ങളുടെ ഒരു കംഫർട്ട് സോണിലുള്ള ആളുകളോട് നിങ്ങൾ സംസാരിച്ച് നിങ്ങളുടെ വിഷമം എന്ത് തന്നെയായാലും തീർത്ത് മുന്നോട്ട് പോവുക. കരഞ്ഞെന്ന് വിചാരിച്ച് ആൺകുട്ടി അല്ലാതാവുന്നില്ല. അതൊരിക്കലും നിങ്ങൾ ഒരു വീക്ക്നെസ് ആയിട്ട് കൺസിഡർ ചെയ്യരുത്. യഥാർത്ഥത്തിൽ ഒരു പച്ചയായ മനുഷ്യന് തീർച്ചയായിട്ടും എല്ലാവിധ ഇമോഷൻസും ഉണ്ടായിരിക്കും. പിന്നെ നമുക്കറിയാം, ഒരു ആൺകുട്ടി എന്ന് പറയുമ്പോൾ സൊസൈറ്റി പ്രതീക്ഷിക്കുന്നത് ഒരു സമയമാവുമ്പോൾ കുടുംബം നോക്കുന്ന, ഫിനാൻസ് കൈകാര്യം ചെയ്യുന്ന ഒരു മനുഷ്യനെയാണ്. എന്നാൽ സത്യത്തിൽ അത് മാത്രമല്ല ഒരു ആൺകുട്ടിയുടെ ഒരു റെസ്പോൺസിബിലിറ്റി എന്ന് പറയുന്നത്. ഒരു സെൽഫ് ഡിപ്പെൻഡൻസി എന്നുള്ളത് തീർച്ചയായിട്ടും ഓരോ ആൺകുട്ടികളും പഠിക്കേണ്ടതാണ്. വളരെ ചെറുപ്രായത്തിൽ തന്നെ പഠിച്ചെടുക്കേണ്ടതാണ്. മറ്റൊന്നുമല്ല, അവനവന്റെ ഡ്രസ്സ് വാഷ് ചെയ്യുക, അത്യാവശ്യത്തിന് കുക്ക് ചെയ്യാൻ പഠിക്കുക. അതേപോലെ തന്നെ എല്ലാ കാര്യങ്ങളും മിനിമം ഒരു ലൈഫിൽ നമുക്ക് ചെയ്യേണ്ടതായിട്ടുള്ള കാര്യങ്ങൾ നമ്മുടെ അമ്മയെയോ പെങ്ങളെയോ ഭാര്യയെയോ ഒന്നും ഡിപ്പെൻഡ് ചെയ്യാത്ത തരത്തിൽ ചെയ്യാൻ വേണ്ടിയിട്ട് തീർച്ചയായും നമ്മൾ പഠിക്കുന്നത് നന്നായിരിക്കും. സാധാരണ നമ്മുടെ എല്ലാ കുടുംബങ്ങളിലും കാണാറുള്ള എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അമ്മ ഒരു ദിവസം പനിയായി കിടന്നു കഴിഞ്ഞാൽ പിന്നെ അന്ന് ഹോട്ടലിൽ നിന്നാണ് ഫുഡ്. അതിനു പകരം നിങ്ങളുടെ അമ്മ ഒന്ന് വയ്യാതെ കിടക്കുന്ന സമയത്ത് അവർക്ക് ഒരു നേരത്തെ കഞ്ഞി വെച്ചു കൊടുക്കാൻ നിങ്ങൾക്ക് കഴിയുന്നു എന്നുണ്ടെങ്കിൽ അത് തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഉപകാരപ്പെടുകയും ചെയ്യുള്ളൂ. യൂഷ്വലി നമ്മൾ കാണാറുള്ളത് ആൺകുട്ടികളൊക്കെ പുറത്തു പോകുമ്പോൾ ഒറ്റയ്ക്ക് ജീവിക്കാനുള്ള അവരുടെ മെയിൻ ബുദ്ധിമുട്ട് എന്ന് പറയുന്നത് ഒരു നേരത്തെ ഭക്ഷണം അവർക്ക് സ്വയം ഉണ്ടാക്കി കഴിക്കാൻ പറ്റുന്നില്ല എന്നുള്ളതാണ്. സാധാരണ ഈ പെൺകുട്ടികൾക്കുള്ളതാണ് അടുക്കള എന്നുള്ള ഒരു സ്റ്റീരിയോ ടൈപ്പിസം, അതിനെ നിങ്ങൾ തീർച്ചയായിട്ടും ബ്രേക്ക് ചെയ്ത് പുറത്തു വരേണ്ടതാണ്. കാരണം കുക്ക് ചെയ്യാൻ പഠിക്കുക എന്നുള്ളത് ഒരിക്കലും ഒരു തെറ്റായ പ്രവണതയല്ല. അത് നമ്മുടെ നിലനിൽപ്പിന്റെ ഭാഗമാണെന്ന് നിങ്ങൾ മനസ്സിലാക്കുക. ആരുണ്ടെങ്കിലും ഇല്ലെങ്കിലും നിങ്ങൾക്ക് സ്വയം ജീവിക്കാനുള്ള ആ ഒരു ആർജവം അത് നിങ്ങൾ ഉണ്ടാക്കിയെടുത്തേ പറ്റൂ. ഒരു പ്രായം കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഓട്ടോമാറ്റിക് ആയിട്ട് ഈ ആൺകുട്ടി എന്ന് പറയുന്നത് ഉത്തരവാദിത്തങ്ങളുടെ ഒരു കൂമ്പാരമായിട്ട് മാറും അല്ലെ. പെങ്ങളുടെ ഉത്തരവാദിത്തങ്ങള്, വീട്ടിലുള്ളവരുടെ ഉത്തരവാദിത്തങ്ങള്, അച്ഛന്റെ അമ്മയുടെ, അങ്ങനെ ഒരുപാട് പ്രഷർ ഈ ഒരു ബോയ്സിന്റെ തലയിൽ വന്ന് പതിയാറുണ്ട്. അപ്പൊ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്,
പല ബോയ്സും അല്ലെങ്കിൽ പല പുരുഷന്മാരും ജീവിക്കുന്നത് ഒരുപാട് പ്രഷർ, എസ്പെഷ്യലി ഫിനാൻഷ്യൽ പ്രഷർ തലയിൽ വെച്ചിട്ടാണ്. അത് അവർ ഒരിക്കലും മറ്റുള്ളവരോട് ഷെയർ ചെയ്യാൻ ആഗ്രഹിക്കുന്നില്ല എന്നുള്ളതാണ് സത്യം. പക്ഷെ അതും ഒരു തെറ്റായ സ്വഭാവമാണ്. ശരിക്കും നിങ്ങൾക്ക് ഇത്തരത്തിലുള്ള ക്രൈസിസ് ഉണ്ടെങ്കിൽ നിങ്ങളുടെ ബുദ്ധിമുട്ടുകൾ എന്തായാലും തീർച്ചയായും നിങ്ങളുടെ പാർട്ട്ണറോട്, വൈഫിനോട് അല്ലെങ്കിൽ നിങ്ങളുടെ അമ്മയോട് നിങ്ങൾ പറയാൻ പഠിക്കണം. കാരണം തുറന്നു പറയുക എന്നുള്ളത് തന്നെയാണ് പകുതി പ്രശ്നങ്ങളും നമുക്ക് സോൾവ് ചെയ്യാനുള്ള ഒരു മെത്തേഡ് എന്നുള്ളത്. സോ കൂടെയുള്ളവർ നിങ്ങളെ കേൾക്കാൻ റെഡിയാവും. സോ യൂഷ്വലി നമുക്കറിയാം പുരുഷന്മാരുടെ ടെൻഡൻസി എന്നുള്ളത് ഇത്തരം കാര്യങ്ങൾ, അതായത് ഇത്തരം ഫിനാൻഷ്യൽ ക്രൈസിസോ അല്ലെങ്കിൽ അവരുടെ മനസ്സിൽ വിഷമം ഉണ്ടാവുന്ന എന്തെങ്കിലും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ മാക്സിമം അവരെ ഹൈഡ് ചെയ്യാൻ ശ്രമിക്കും. ഈ ഹൈഡ് ചെയ്യുന്നിടത്തോളം ഒരിക്കലും കൂടെയുള്ളവർക്ക് അത് മനസ്സിലായി എന്ന് വരില്ല. അപ്പൊ അത് നിങ്ങൾ തീർച്ചയായിട്ടും നിങ്ങളുടെ കൂടെയുള്ളവരെ പറഞ്ഞു മനസ്സിലാക്കാൻ ശ്രമിക്കുക. അവിടെ ആരെങ്കിലും ഒക്കെ നിങ്ങളെ കേൾക്കാനുണ്ടാവും. അത് പറയാതിരിക്കുന്നതാണ് തീർച്ചയായിട്ടും നിങ്ങൾ ചെയ്യുന്ന ഏറ്റവും വലിയ മണ്ടത്തരം. ആൺകുട്ടിയായാലും പെൺകുട്ടിയായാലും സ്വന്തമായിട്ട് തീരുമാനം എടുക്കാനുള്ള കപ്പാസിറ്റി ഉണ്ടായിരിക്കണം. നമുക്കറിയാത്ത കാര്യങ്ങളിൽ തീർച്ചയായിട്ടും പലരോടും സജഷൻസ് ചോദിക്കണം, ചോദിച്ച് മനസ്സിലാക്കണം. പക്ഷെ ഫൈനൽ ഡെസിഷൻ എന്ന് പറയുന്നത് എപ്പോഴും നിങ്ങളുടേതായിരിക്കണം. കാരണം നിങ്ങളുടെ കഴിവുകൾ എന്താണെന്ന് നിങ്ങൾക്ക് മാത്രമേ അറിയുള്ളൂ, നിങ്ങളുടെ കുറവുകൾ എന്താണെന്ന് നിങ്ങൾക്ക് മാത്രമേ അറിയുള്ളൂ. അപ്പോൾ എപ്പോഴും മറ്റൊരാളെ ഡിപ്പെൻഡ് ചെയ്യാതെ, ഒരു കാര്യത്തിന് നമ്മൾ ഡിപ്പെൻഡ് ചെയ്യാതെ ജീവിക്കാൻ ശ്രമിക്കുക എന്നുള്ളത് തന്നെയാണ് ഏറ്റവും നല്ലൊരു മാർഗം എന്നുള്ളത്. അപ്പോൾ നല്ലൊരു ഡിസിഷൻ മേക്കർ ആവാൻ വേണ്ടിയിട്ട് നിങ്ങൾ ശ്രമിക്കുക. ആ ഡിസിഷൻ എടുക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ഉണ്ടാവുന്ന ബുദ്ധിമുട്ടുകൾ മാറ്റാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് മറ്റുള്ളവരോട് ഒപ്പീനിയൻ ചോദിക്കാമെന്ന് മാത്രം. അല്ലാതെ മറ്റൊരാളുടെ ഡിസിഷൻസ് എടുത്ത് ആ ഒരു ഡിസിഷൻ കേൾക്കാൻ വേണ്ടി വെയിറ്റ് ചെയ്ത് നിങ്ങൾ നിങ്ങളുടെ സമയം കളയാതിരിക്കുക. ആൻഡ് മോർ ദാൻ ദാറ്റ്, നിങ്ങളുടെ സ്റ്റഡീസിലായാലും നിങ്ങളുടെ പ്രൊഫഷനിലായാലും കോൺസെൻട്രേറ്റ് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങളുടെ ആരോഗ്യത്തിലും. കാരണം ആണായാലും പെണ്ണായാലും തീർച്ചയായിട്ടും ഹെൽത്ത് എന്നുള്ളത് തന്നെയാണ് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളത്. സോ നിങ്ങൾ ആവശ്യത്തിന് ഭക്ഷണം കഴിക്കുക, അതുപോലെ തന്നെ ലൈഫ് എൻജോയ് ചെയ്യുക, അതേപോലെ തന്നെ ആവശ്യാനുസരണം ഉറങ്ങുക. അത് കഴിഞ്ഞിട്ട് മാത്രമാണ്, കാരണം സ്ത്രീ ആയിക്കോട്ടെ പുരുഷനായിക്കോട്ടെ, ശരീരം എന്നുള്ളത്, നമ്മളുടെ ഹെൽത്ത് എന്നുള്ളത് വീക്കായി കഴിഞ്ഞു കഴിഞ്ഞാൽ ചുറ്റിലുള്ളവരുടെ എല്ലാ സ്വഭാവങ്ങളും മാറുന്നത് നമുക്ക് കാണാൻ കഴിയും. സോ അത് മനസ്സിലാക്കിക്കൊണ്ട് സ്വന്തം ഹെൽത്തിന് കൂടെ ഇമ്പോർട്ടൻസ് കൊടുക്കുക. സോ ഇന്നത്തെ മെസ്സേജ് ഇത്രയേ ഉള്ളൂ. ആൺകുട്ടികളായാലും പെൺകുട്ടികളെ പോലെ തന്നെ ധാരാളം പ്രതീക്ഷകളും സ്വപ്നങ്ങളും കൊണ്ട് ജീവിക്കുന്നവരാണ്. സോ നിങ്ങൾക്ക് വിഷമം ഉണ്ടാവുന്നതും സങ്കടം ഉണ്ടാവുന്നതും എല്ലാം സ്വാഭാവികമാണ്. സോ നിങ്ങളുടെ ഇമോഷൻസ് എന്ത് തന്നെയായാലും നിങ്ങൾ പ്രകടിപ്പിക്കാൻ തന്നെ ശ്രമിക്കുക. അതിലൊരു നാണക്കേടും വിചാരിക്കേണ്ട. അതേപോലെ തന്നെ എല്ലാ കാര്യത്തിലും സെൽഫ് ഡിപ്പെൻഡന്റ് ആവാൻ ശ്രമിക്കുക. മറ്റുള്ളവരെ ബുദ്ധിമുട്ടിക്കാതെ നമ്മളുടെ സ്വന്തം ഹെൽത്തിന് ഇമ്പോർട്ടൻസ് കൊടുത്തുകൊണ്ട് ജീവിക്കാൻ പഠിക്കുക. ടേക്ക് കെയർ ഓഫ് യുവർ സെൽഫ്. താങ്ക് യു.